ആ പ്രിയപ്പെട്ട സ്നേഹസാഗരത്തിലേക്ക് നമ്മളൊന്ന് ചെന്നു നോക്കണം. അല്ലാഹുവേ, എത്ര ഉമ്മമാരാണ്, എത്ര ഉപ്പമാരാണ്, എത്ര സ്വപ്നങ്ങളാണ് അവിടെ കിടക്കുന്നത്. നൗഷാദ് ബാക്കവി ഉസ്താദ്, ആ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എല്ലാ ഉസ്താദന്മാരും ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളും ദറസുകളും ഇങ്ങനെ കെട്ടിപ്പടുക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് കെട്ടിപ്പടുത്തത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. അവിടുത്തെ ഉദ്ഘാടനത്തിന് ഞാൻ ചെന്നപ്പോ ഒരുപാട് ഉമ്മമാരുടെ സന്തോഷം ഞാൻ കണ്ടു. ഒരുപാട് ഉമ്മമാരെ ഇങ്ങനെ എടുത്ത് താങ്ങി അവരുടെ ഓരോ സ്വപ്ന കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കിടത്തി വെക്കാൻ. ചില ഉമ്മമാരുടെ കണ്ണിൽ കണ്ണീരാൻ, സന്തോഷ കണ്ണീരാൻ. അവരുടെ മക്കൾ ചെയ്യേണ്ട, അവരുടെ കുടുംബക്കാര് ചെയ്യപ്പെടേണ്ട സംഗതി ആരോരുമില്ലാത്ത, ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത, രക്തബന്ധമില്ലാത്ത, മതബന്ധമില്ലാത്ത ഓരോ വ്യക്തികളെ അവിടെ താങ്ങിയെടുത്തുകൊണ്ടുവന്ന് സ്വന്തം ഉമ്മയെ പോലെ, അമ്മയെ പോലെ, അച്ഛനെ പോലെ സന്തോഷമായി എന്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്ത് സ്വന്തം മക്കളെ പോലെ. ഉസ്താദിനെ കാണുമ്പോ എത്ര സ്നേഹമാണ് അവർക്ക്, ഉസ്താദിനെ കാണുമ്പോ എത്ര സ്നേഹമാണ് അവർക്ക്, എത്ര രോഗമാണ്. അല്ലാഹുവേ, ആ സ്ഥാപനത്തിനെ നീ ഉയർത്തണേ റബ്ബേ, വളർത്തണേ റബ്ബേ. ആ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ആ സ്ഥാപനത്തിൽ എന്ത് കൂലിയെന്നറിയുമോ? ഒരുപാട് പേര് പ്രിയപ്പെട്ട നൗഷാദ് ഉസ്താദിനെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. വ്യക്തിപരമായി കുഞ്ഞുനാൾ മുതൽ എനിക്ക് പ്രിയപ്പെട്ട ഉസ്താദിനെ അറിയാവുന്നത് കൊണ്ട് എനിക്കറിയാം ആരാണ് നൗഷാദ് ബാക്കവി ഉസ്താദ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ സ്നേഹസാഗരം ഒരു മാസം 8 ലക്ഷം രൂപയോളം അതിന് ചെലവാക്കിക്കൊണ്ട് എത്ര വർഷമായി കൊണ്ട് നടക്കുന്നു. നമ്മുടെ വീട്ടിൽ 10,000 രൂപ കൊടുത്തൊരു മാസം ചെലവിന് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഒരു ഉമ്മയും ഒരു മോളും നമ്മളും, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറ്റുന്നില്ല. പല ദിവസവും പട്ടിണിയാണ്, മീനില്ല, പൈസ കൂടുതലാണ്, ചില സമയത്ത് മീനും കാണൂല. താത്തമാരത്ത് ചോദിച്ചാലേ കറക്റ്റ് അറിയാൻ പറ്റില്ല, എന്ന് മീൻ കിട്ടണമെന്നോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് 8 ലക്ഷം രൂപ പ്രതിമാസം ചെലവാക്കിയിട്ട് പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ആരെയാ കുറ്റം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എവിടെ കൊണ്ടുവെക്കും ഈ അപരാധങ്ങൾ, ഈ പാവങ്ങൾ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? ചിലപ്പോ ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും അള്ളാഹു തൗഫീഖ് തരണമെന്നില്ല. മരണം അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഒന്ന് പൊരുത്തം ചോദിക്കാനുള്ള സമയം ചിലപ്പോ കിട്ടണമെന്നില്ല. മരണം അങ്ങനെയാണ്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോകുന്നു. ഭക്ഷണം കഴിക്കുന്നവർ ആ ഭക്ഷണം വായ്ക്കകത്ത് ഉള്ളിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ്